മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി മണ്ഡലത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. UDFന്റെ സിറ്റിംഗ് സീറ്റ് ഇത്തവണ അവിടെ KPA മജീദ് മാറി PMA സമീർ എന്ന പുതിയ സ്ഥാനാർത്ഥി വരുന്നു. LDFന് വേണ്ടി അജിത് കൊളാടി മത്സരിക്കുന്നു. NDAക്ക് വേണ്ടി റിജു സി രാഘവൻ മത്സരിക്കുന്നു. ഈ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ ഈ PMA സമീറിന്റെ പേര് വന്നപ്പോൾ പലരിലും വലിയ അത്ഭുതമുണ്ടാക്കി. അതായത് ഒരു പാർട്ടി രംഗത്തോ സംഘടനാ രംഗത്തോ അധികം അങ്ങനെ പരിചയമില്ലാത്ത ഒരു നേതാവ് എങ്ങനെ തിരൂരങ്ങാടി പോലൊരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വന്നു എന്നുള്ളത് അത്ഭുതമുണ്ടാക്കിയിരുന്നു. അവിടെ എന്ത് സംഭവിക്കുന്നു? അതെ, പാർട്ടിയുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. കണക്ക് നോക്കുന്ന ആൾ സ്ഥാനാർത്ഥിയായത് എങ്ങനെയെന്നൊക്കെ ലീഗിനകത്ത് ചില ചർച്ചകളും മറ്റുമൊക്കെ വന്നാണ്. പക്ഷെ തിരൂരങ്ങാടി എന്ന് പറയുന്നത് UDFന്റെ പൊന്നാപുരം കോട്ടയാണ്. അതുകൊണ്ട് തന്നെ വലിയ അത്ഭുതത്തിന് പ്രസക്തി ഉണ്ടോ? അട്ടിമറി ഉണ്ടാവുമോ? തിരൂരങ്ങാടിയിൽ നിന്ന് സംഭവിക്കുന്നു. തിരൂരങ്ങാടിയിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. 51.24% മുന്നേറ്റമാണ്. അതായത് അത്രയും വോട്ട് സമാഹരിക്കും എന്നുള്ളതാണ് സൂചന. 8.64% മുൻതൂക്കം. 8.64 മുൻതൂക്കം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ മലപ്പുറത്തെ മറ്റു പല മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 10,000 ചുവടെ ഭൂരിപക്ഷത്തിനാണ് KPA മജീദ് അവിടെ ജയിച്ചത്. നിയാസ് പുളിക്കലകത്തിനോട് മത്സരിക്കുമ്പോൾ ആ ട്രെൻഡ് തന്നെ അതേപോലെ നിൽക്കുകയാണ്. 8.64 എന്ന് പറഞ്ഞാൽ ഏകദേശം 15,000 മുകളിൽ ഭൂരിപക്ഷം വരുന്നുണ്ട്. ഇപ്പം നമ്മൾ മലപ്പുറം നോക്കുമ്പം പോൾ ചെയ്യുന്ന വോട്ടുകളുടെ എണ്ണം കൂടുതലാണ്. ഇപ്പം നമ്മൾ ചെറിയ മണ്ഡലങ്ങൾ എടുക്കുമ്പം 1.25 ലക്ഷം 1.30 പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 1.50 1.60 വോട്ടുകൾ പോൾ ചെയ്യും. അപ്പോൾ 1% എന്ന് പറയുമ്പോൾ 1,250 വോട്ടൊക്കെ ചെറിയ മണ്ഡലങ്ങൾ വരുമ്പം ഇത് 1,800 1,700 പരം വോട്ടുകൾ വരും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 8.6 ഈ പെർസെൻറ്റേജ് റേഷ്യോ നമ്മൾ എല്ലാ മണ്ഡലങ്ങളിലും ഒരേപോലെ അല്ല. പോൾ ചെയ്യുന്ന വോട്ടുകൾക്കനുസരിച്ചത് ആകെ പോൾ ചെയ്യുന്ന വോട്ടുകൾക്കനുസരിച്ച് മാറ്റം ഉണ്ടാകും ഭൂരിപക്ഷത്തിൽ. അത് നമ്മൾ പ്രത്യേകിച്ച് മലപ്പുറത്ത് മനസ്സിലാക്കേണ്ടത് വോട്ട് ചെയ്യുന്ന വോട്ടുകളുടെ എണ്ണം കൂടുതലായിരിക്കും. കഴിഞ്ഞ തവണ KPA മജീദിന് 49.24% വോട്ടാണ് കിട്ടിയത്. അതിനേക്കാൾ കൂടുതൽ PMA സമീറിന് കിട്ടാമെന്നാണ് ഈ സർവേ പറയുന്നത്. അതേസമയം നിയാസ് പുളിക്കലകത്ത് നേടിയ അത്രയും വോട്ടുകൾ പെർസെന്റേജ് വൈസ് അജിത് കൊളാടി നേടുന്നുമില്ല. അതിന്റെ ഇതൊരു സൂചനയും കൂടിയായിരിക്കാം. തിരൂരങ്ങാടി എല്ലാ തവണയും കഴിഞ്ഞ തവണയൊക്കെ മത്സരം ഉണ്ടായ ഒരു മണ്ഡലമാണ്. ഒരു പക്ഷേ തിരൂരങ്ങാടിയിലും UDFന് ഈ പറയുന്ന വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ സ്ഥാനാർത്ഥിക്ക് വളരെ മികച്ച ഒരു കംഫർട്ടബിൾ മാർജിനിലേക്ക് എത്താനും അവരുടെ വോട്ട് പെർസെൻറ്റേജ് കൂട്ടാൻ പറ്റുന്നുണ്ട് എങ്കിൽ മലപ്പുറത്തെ മണ്ഡലങ്ങളിൽ UDFന് അനുകൂലമായ ഒരു സൂചന നൽകുന്നുണ്ടോ തിരൂരങ്ങാടി എന്നുള്ളത് നമുക്ക് മറ്റു മണ്ഡലങ്ങൾ, അതായത് ഉള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ ഭൂരിപക്ഷമാണോ അതോ മണ്ഡലങ്ങൾ കൂടുതൽ പിടിക്കും എന്നുള്ളതാണോ? സസ്പെൻസ് വളരെ സസ്പെൻസ് അല്ല, സസ്പെൻസ് പൊട്ടിക്കാന്ന് മാത്രമല്ല കഴിഞ്ഞ തവണ 4 സീറ്റോളം ജയിച്ചായിരുന്നു 2021 LDF. നമ്മൾ ഇപ്പോഴേ അത് പറയുമ്പോൾ അത് നമുക്ക് കണ്ടറിയാം. ലൈക്ക് അവര് ജയിച്ച മണ്ഡലങ്ങളിലേക്കൊന്നും നമ്മൾ ഇതുവരെ വന്നില്ല. 8.64 മുൻതൂക്കം തിരൂരങ്ങാടിയിൽ UDFന് അത്ഭുതങ്ങൾക്ക് വകയില്ല.